അല്ലേ ഇന്നിപ്പോ ഒരു പരിപാടിയില്ല. ഒരു പരിപാടിയില്ല. ഇന്ന് നമുക്ക് കല്യാണത്തിന് പോയാലോ? എവിടെ കല്യാണത്തിന്? ആർക്കില്ല കല്യാണം, ആരുടെങ്കിലും കല്യാണം ഉണ്ടാവേ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? എന്നാ പോവാ. ഏയ് അതൊന്നും വേണ്ട, ഞാനൊന്നുമില്ല. അല്ല എന്തെങ്ങായി പോയാല് ഈ നൂറാവണതിന്റെ മുന്നേ നേരായോ? അതുകൊണ്ടൊന്നല്ല കുരിപ്പാളെ, പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഓടി രക്ഷപ്പെടും, ഞാൻ മാത്രം അവിടെ ലോക്കാവും. ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 500 രൂപ ഫൈനാത്രേ. ആരെങ്ങായി എന്നോട് ഈ മട്ടത്തരം പറഞ്ഞത്? എന്തിനു മനസ്സ് ആരെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ ആഴ്ച 500 രൂപ കെട്ടിയിട്ട് ഞാൻ വന്നിരിക്കണത്. പാടച്ചോൻ എന്നാ വേണ്ട, നമ്മൾ മൂന്നാളും കൂടി 1500 റുപ്യ, 500 റുപ്യക്ക് നമുക്ക് ലാവിഷായിട്ട് പുറത്തടിക്കാം. എന്താ ചങ്ങായിമാരെ ഒഴിഞ്ഞിരിക്കണേ? എന്നെ അൽവിഷമായി ഒരു പരിപാടിയില്ല, പണ്ടത്തെ മാതിരി ഇപ്പൊ കല്യാണത്തിന് പോകാനും പറ്റില്ല. ഇങ്ങോട്ട് നോക്ക റഹീം ഭായി, ഇതൊക്കെ ഇപ്പൊ ശരിക്കുള്ളതാണോ? എന്തൊക്കെയാണ് ഇത് നോക്കട്ടെ, എടുത്തേന്. ഇതൊന്ന് നോക്ക റഹീം ഭായി. ഞാൻ ഈ കത്തുകൾ കണ്ട് അത്ഭുതപ്പെട്ടത് കഴിഞ്ഞൊരു 1.5 കൊല്ലത്തിനകത്ത് ഞാൻ നടൻ കുഞ്ചാക്കോ ബോബന്റെ വീട്ടിൽ പോയി. ആ അനിയത്തിപ്രാവ് ഇറങ്ങിക്കഴിഞ്ഞ അയാൾക്ക് വന്ന ആരാധകരുടെ കത്തുകളിൽ ഒരുപാടെണ്ണം പൊട്ടിക്കാത്തതുമില്ല. അങ്ങനെ പൊട്ടിച്ച് വായിച്ചാൽ മനുഷ്യായുസ് മുഴുവൻ വേണം വായിച്ചു തരാൻ. അത്രയും കത്തുകൾ അവിശ്വസനീയമാണ്. ഇത് പറഞ്ഞാൽ ആൾക്കാർ തള്ളാന്ന് പറയുക. അത്രയും വലിയൊരു പ്രദേശം മുഴുവൻ കത്തുകൾ ഇപ്പോഴും പുള്ളിയുടെ വീട്ടിലൊരു മൂലയ്ക്ക് പൊട്ടിക്കാത്തത് ഉൾപ്പെടെ കിടപ്പുണ്ട്. ഞാൻ കുറേ എണ്ണം എടുത്ത് ഇരുന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട്. അത്രയും കത്തുകൾ ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന കാലമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ട്, ഇതൊക്കെ തള്ളരിക്ക, കൊലഞ്ചായി തള്ളതാണ്. ഇതൊക്കെ എന്ത് നടക്കണ കാര്യം ഇപ്പൊ അതൊക്കെ? അങ്ങനെ പറയൊന്നും വേണ്ട. എന്നാ അവരാ TV ചാനലൊക്കെ വന്നിരുന്നോളൂ അറിയോ? നിങ്ങളുടെ പറച്ചിലായിട്ട് ഞങ്ങൾക്ക് കണ്ടമാനം കത്ത് കിട്ടിയ കാര്യമാണല്ലോ. നിങ്ങൾക്ക് കിട്ടിക്കണ കത്ത് കിട്ടിക്കണം. അണക്കെന്താ തലക്ക് സുഖല്ലേ? നിന്റെ കാലത്തൊക്കെ മുണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ്. കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുത്ത് കിട്ടും.